ഭാരതത്തിന്റെ ആകാശ സീമകൾ ഇന്ന് എന്നത്തെക്കാളും സുരക്ഷിതമാണ്. ലോകം മുഴുവൻ ഇന്ത്യയുടെ സൈനിക കരുത്തിനെ ആദരവോടെ നോക്കിക്കാണുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. പണ്ട് നമ്മൾ ആയുധങ്ങൾക്കായി മറ്റു രാജ്യങ്ങളെ മാത്രം ആശ്രയിച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് സ്ഥിതി മാറി. സ്വന്തമായി അത്യാധുനിക യുദ്ധവിമാനങ്ങൾ നിർമ്മിക്കുകയും അവ ലോക രാജ്യങ്ങൾക്ക് വിൽക്കുകയും ചെയ്യുന്ന ഒരു പ്രതിരോധ ശക്തിയായി ഇന്ത്യ വളർന്നിരിക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആത്മനിർഭർ ഭാരത് അഥവാ സ്വയം പര്യാപ്തത ഭാരതം എന്ന ആഹ്വാനം എങ്ങനെയാണ് നമ്മുടെ വ്യോമസേനയുടെ മുഖച്ഛായ മാറ്റിയതെന്ന് നമുക്ക് വിശദമായി തന്നെ പരിശോധിക്കാം. നമ്മുടെ അതിർത്തികൾ കാക്കുന്ന ആ 5 പ്രധാന ആകാശ കഴുകന്മാരെ നമുക്കൊന്ന് പരിചയപ്പെടാം. ആദ്യമായി നമുക്ക് തേജസിനെ കുറിച്ച് പറയാം. തേജസ് വെറും ഒരു യുദ്ധവിമാനമല്ല, അത് ഓരോ ഇന്ത്യക്കാരന്റെയും അഭിമാനമാണ്. കാരണം ഇത് പൂർണ്ണമായും ഇന്ത്യയിൽ തന്നെ രൂപകൽപ്പന ചെയ്ത് നിർമ്മിച്ചതാണ്. 1980കളിൽ തുടങ്ങിയ ഈ പദ്ധതി പല കാരണങ്ങളാൽ പതിറ്റാണ്ടുകളോളം ഇഴഞ്ഞു നീങ്ങുകയായിരുന്നു. എന്നാൽ 2014 നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതോടെ ഈ പദ്ധതിക്ക് പുതിയ ജീവൻ ലഭിച്ചു. ഇതിനാവശ്യമായ ഫണ്ടും സാങ്കേതിക പിന്തുണയും യുദ്ധകാലാടിസ്ഥാനത്തിൽ ലഭ്യമാക്കി. ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് നിർമ്മിച്ച ഈ വിമാനം ഇന്ന് ലോകത്തിലെ ഏറ്റവും മികച്ച ലഘു യുദ്ധവിമാനങ്ങളിൽ ഒന്നാണ്. പഴയ MiG-21 വിമാനങ്ങൾക്ക് പകരക്കാരനായാണ് തേജസ് എത്തിയത്. വലുപ്പത്തിൽ ചെറുതാണെങ്കിലും ഇതിന്റെ പ്രഹരശേഷി അതിശയിപ്പിക്കുന്നതാണ്. ഇസ്രായേൽ നിർമ്മിത ഡെർബി മിസൈലുകൾ ഉൾപ്പെടെയുള്ള അത്യാധുനിക ആയുധങ്ങൾ ഇതിൽ ഘടിപ്പിച്ചിട്ടുണ്ട്. ഏത് പ്രതികൂല കാലാവസ്ഥയിലും ശത്രുവിനെ തകർക്കാൻ തേജസിന് സാധിക്കും. ഇന്ന് ഇന്ത്യയുടെ കൈവശം ഏകദേശം 40ഓളം തേജസ് വിമാനങ്ങളുണ്ട്. ഇതിന്റെ പരിഷ്കരിച്ച പതിപ്പായ തേജസ് MK-1A കൂടിയെത്തുന്നതോടെ നമ്മുടെ വ്യോമസേനയുടെ കരുത്ത് 10 മടങ്ങ് വർദ്ധിക്കും. സ്വന്തം മണ്ണിൽ നിർമ്മിച്ച വിമാനം നമ്മുടെ ആകാശത്ത് പറക്കുമ്പോൾ അത് നമ്മുടെ ആത്മവിശ്വാസത്തിന്റെ പ്രതീകം കൂടിയാണ്. ഇന്ത്യൻ വ്യോമസേനയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ തന്ത്രപരമായ നീക്കമായിരുന്നു ഫ്രാൻസിൽ നിന്നുള്ള റഫാൽ വിമാനങ്ങളുടെ വരവ്. വർഷങ്ങളോളം രാഷ്ട്രീയ തർക്കങ്ങളിൽ കുടുങ്ങിക്കിടന്ന ഈ കരാർ നേരിട്ടുള്ള ഇടപെടലിലൂടെയും വ്യക്തമായ തീരുമാനങ്ങളിലൂടെയും യാഥാർത്ഥ്യമാക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സാധിച്ചു. 2020-ൽ റഫാൽ വിമാനങ്ങൾ ഇന്ത്യയിൽ എത്തിയപ്പോൾ നമ്മുടെ ശത്രു രാജ്യങ്ങൾ ശരിക്കും ഞെട്ടിപ്പോയി. മണിക്കൂറിൽ ഏകദേശം 1900 കിലോമീറ്ററിലധികം വേഗതയുള്ള റഫാൽ ഒരേ സമയം പല ലക്ഷ്യങ്ങളെ തകർക്കാൻ ശേഷിയുള്ളതാണ്. ഇതിലെ മെറ്റിയോർ മിസൈലുകൾ 100 കിലോമീറ്ററിലധികം ദൂരെയുള്ള ശത്രുവിനെ പോലും കാണുന്നതിന് മുമ്പ് തന്നെ തകർക്കാൻ കെൽപ്പുള്ളവയാണ്. രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ ഏത് മലനിരകളിലും കടലിനു മുകളിലും പറന്നു ചെന്ന് ആക്രമിക്കാൻ റഫാലിന് കഴിയും. ലഡാക്കിലെയും മറ്റും അതിർത്തി തർക്കങ്ങൾക്കിടയിൽ റഫാൽ നടത്തിയ പെട്രോളിംഗ് ശത്രുക്കൾക്ക് കൃത്യമായ ഒരു താക്കീതായിരുന്നു. ഇന്ത്യയുടെ സുരക്ഷയിൽ ഒരു വിട്ടുവീഴ്ചയുമില്ല എന്ന മോദി സർക്കാരിന്റെ പ്രഖ്യാപനമായിരുന്നു റഫാൽ. ഇന്ത്യൻ വ്യോമസേനയുടെ നട്ടെൽ എന്ന് വിശേഷിപ്പിക്കാവുന്ന മറ്റൊന്നാണ് സുഖോയ് 30 MKI വിമാനങ്ങൾ. റഷ്യൻ സാങ്കേതിക വിദ്യയിലാണെങ്കിലും ഇവയിൽ ഭൂരിഭാഗവും നമ്മുടെ HAN തന്നെയാണ് ഇന്ത്യയിൽ നിർമ്മിച്ചത്. ഏകദേശം 260ഓളം വിമാനങ്ങൾ ഇന്ന് ഇന്ത്യയുടെ കൈവശമുണ്ട്. ഇരട്ട എഞ്ചിനുള്ള ഈ ഭീമൻ വിമാനത്തിന് ആകാശത്ത് വളരെ വേഗത്തിൽ ദിശ മാറാനും അഭ്യാസങ്ങൾ നടത്താനും സാധിക്കും. ഈ വിമാനത്തിൽ ഇന്ത്യ വരുത്തിയ ഏറ്റവും വലിയ മാറ്റം അതിൽ ബ്രഹ്മോസ് മിസൈലുകൾ ഘടിപ്പിച്ചു എന്നതാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും വേഗതയേറിയ ക്രൂയിസ് മിസൈലായ ബ്രഹ്മോസ് സുഖോയ് വിമാനത്തിൽ നിന്നും തൊടുക്കുമ്പോൾ ഏത് വലിയ കപ്പലിനെയും ലക്ഷ്യത്തെയും നിമിഷങ്ങൾക്കുള്ളിൽ തകർക്കാൻ നമുക്ക് സാധിക്കും. റഷ്യയുമായുള്ള നല്ല ബന്ധം നിലനിർത്തിക്കൊണ്ട് തന്നെ നമ്മുടെ സൈനിക ആവശ്യങ്ങൾക്കായി ഈ വിമാനങ്ങളെ നവീകരിക്കാൻ സർക്കാർ കാണിച്ച താല്പര്യം ശ്രദ്ധേയമാണ്. ദീർഘദൂര ദൗത്യങ്ങൾക്കും ആകാശ മേധാവിത്വം ഉറപ്പാക്കാനും സുഖോയ് ഇല്ലാതെ ഭാരതത്തിന് സാധിക്കില്ല. നമ്മുടെ പഴയകാല യുദ്ധങ്ങളിൽ പ്രത്യേകിച്ച് 1999-ലെ കാർഗിൽ യുദ്ധത്തിൽ ഇന്ത്യയുടെ വിജയം ഉറപ്പാക്കിയ വിമാനമാണ് മിറാഷ്. അന്ന് മലമുകളിൽ ഒളിച്ചിരുന്ന ശത്രുക്കളെ ലേസർ ബോംബുകൾ ഉപയോഗിച്ച് കൃത്യമായി തകർത്തത് മിറാഷ് ആയിരുന്നു. ഈ വിമാനങ്ങളുടെ സേവനകാലം വർദ്ധിപ്പിക്കുന്നതിനായി മോദി സർക്കാർ ഇവയെ അത്യാധുനിക രീതിയിൽ നവീകരിച്ചു. ആണവ പോർമുനകൾ വഹിക്കാൻ ശേഷിയുള്ള ഈ വിമാനം ഇപ്പോഴും ഇന്ത്യൻ വ്യോമസേനയുടെ പ്രധാന ആയുധമാണ്. മിറാഷ് വിമാനങ്ങളുടെ സ്പെയർ പാർട്സുകൾ ലഭിക്കാൻ പ്രയാസമുള്ള സാഹചര്യത്തിൽ ഫ്രാൻസിൽ നിന്നും പഴയ മിറാഷ് വിമാനങ്ങൾ വാങ്ങി അവയിലെ ഭാഗങ്ങൾ നമ്മുടെ വിമാനങ്ങൾക്കായി ഉപയോഗിക്കാൻ തീരുമാനിച്ചത് വലിയൊരു നയതന്ത്ര വിജയം തന്നെയായിരുന്നു. ഇതുവഴി നമ്മുടെ മിറാഷ് വിമാനങ്ങൾ ഇനിയും വർഷങ്ങളോളം സുരക്ഷിതമായി പറക്കാൻ സാധിക്കും. അടുത്തത് ജഗ്വാർ ആണ്. ജഗ്വാർ വിമാനങ്ങളെ നമ്മൾ വിളിക്കുന്നത് ഡീപ് പെനിട്രേഷൻ സ്ട്രൈക്ക് എയർക്രാഫ്റ്റ് എന്നാണ്. അതായത് ശത്രു രാജ്യത്തിന്റെ ആഴങ്ങളിലേക്ക് തുളച്ചു കയറി ആക്രമണം നടത്താൻ പ്രത്യേക ശേഷിയുള്ള വിമാനം.
1970-കളിൽ നമ്മുടെ വ്യോമസേനയുടെ ഭാഗമായ ജഗ്വാറിനെ ഇന്നും പ്രവർത്തനക്ഷമമായി നിലനിർത്തുന്നത് അതിലെ നവീകരണ പ്രവർത്തനങ്ങളാണ്. ആണവ മിസൈലുകൾ കൃത്യതയോടെ ലക്ഷ്യത്തിലെത്തിക്കാൻ ജഗ്വാറിന് കഴിയും. കാർഗിൽ യുദ്ധത്തിലും മറ്റും സമാധാന സേനയുടെ ദൗത്യത്തിലും ജഗ്വാർ പ്രധാന പങ്കുവഹിച്ചു. പഴയ വിമാനങ്ങളെ തള്ളിക്കളയാതെ അവയ്ക്ക് പുതിയ എഞ്ചിനുകളും സാങ്കേതിക വിദ്യയും നൽകി കരുത്തരാക്കി മാറ്റുന്ന രീതിയാണ് മോദി സർക്കാർ പിന്തുടരുന്നത്. ഈ 5 ആകാശ കഴുകന്മാരും ചേർന്ന് ഭാരതത്തിന്റെ അതിർത്തികളെ ഒരു ഉരുക്കുമതിലായി സംരക്ഷിക്കുന്നു. എന്നാൽ വെറും ഒരു യുദ്ധവിമാനങ്ങൾ വാങ്ങുന്നതിലല്ല കാര്യം, മറിച്ച് നമ്മുടെ സൈനികർക്ക് ഏറ്റവും മികച്ചത് നൽകണമെന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നിശ്ചയദാർഢ്യത്തിലാണ് കാര്യം. മേക്ക് ഇൻ ഇന്ത്യ വഴി പ്രതിരോധ മേഖലയിൽ ലക്ഷക്കണക്കിന് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെട്ടു. ഇന്ന് ഇന്ത്യ ആയുധങ്ങൾ വാങ്ങുന്ന രാജ്യം മാത്രമല്ല, ഫിലിപ്പീൻസ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് മിസൈലുകൾ വിൽക്കുന്ന രാജ്യം കൂടിയാണ്. സൈന്യത്തിന്റെ ആത്മവീര്യം വർദ്ധിപ്പിക്കാൻ പ്രധാനമന്ത്രി നേരിട്ട് അതിർത്തികളിലെത്തി സൈനികരോടൊപ്പം സമയം ചെലവഴിക്കുന്നത് നമ്മൾ കാണാറുണ്ട്. ഓരോ സൈനികനും തനിക്ക് പിന്നിൽ ഒരു രാജ്യം മുഴുവനുണ്ടെന്ന വിശ്വാസം നൽകാൻ ഇതിലൂടെ സാധിച്ചു. അത്യാധുനിക വിമാനങ്ങൾ മുകളിൽ പറക്കുമ്പോൾ ഓരോ ഭാരതീയനും ഇന്ന് അഭിമാനത്തോടെയും സമാധാനത്തോടെയും ഇരിക്കാൻ കഴിയുന്നു. നമ്മുടെ രാജ്യം സുരക്ഷിതമാണ്. നമ്മുടെ രാജ്യം കഴിഞ്ഞ 10-12 വർഷത്തിനിടയിൽ കൈവരിച്ച ഏറ്റവും വലിയ നേട്ടം ആത്മവിശ്വാസമാണ്. പണ്ട് നമ്മൾ ഒരു ചെറിയ തോക്ക് മുതൽ വലിയ യുദ്ധവിമാനങ്ങൾ വരെ വാങ്ങാൻ മറ്റു രാജ്യങ്ങളെ ആശ്രയിച്ചിരുന്നു. എന്നാൽ ഇന്ന് നമ്മൾ ലോകത്തോട് പറയുന്നത് ഞങ്ങൾക്ക് വേണ്ടത് ഞങ്ങൾ തന്നെ നിർമ്മിക്കുമെന്നാണ്. നരേന്ദ്രമോദി സർക്കാർ കൊണ്ടുവന്ന ആത്മനിർഭർ ഭാരത് എന്ന നയം വെറും ഒരു വാക്കല്ല, അതൊരു പ്രവൃത്തിയാണെന്ന് കാലം തെളിയിച്ചു. ഏറ്റവും വലിയ മാറ്റം ഇവിടെയാണ്. 2014 ഇന്ത്യയുടെ പ്രതിരോധ കയറ്റുമതി വെറും 686 കോടി രൂപ മാത്രമായിരുന്നു. എന്നാൽ ഈ വർഷത്തെ കണക്കനുസരിച്ച് അത് ഏകദേശം 38,000 കോടി രൂപയിലേക്ക് കുതിച്ചുയർന്നിരിക്കുകയാണ്. അതായത് പണ്ട് ആയുധങ്ങൾ വാങ്ങിയിരുന്ന ഇന്ത്യ ഇന്ന് വിവിധ രാജ്യങ്ങൾക്ക് ആയുധങ്ങൾ വിൽക്കുന്ന ഒരു ഹബ്ബായി മാറി. നമ്മുടെ സ്വന്തം ബ്രഹ്മോസ് മിസൈലുകൾ വാങ്ങാൻ വിദേശ രാജ്യങ്ങൾ ക്യൂ നിൽക്കുന്നത് നവഭാരതത്തിന്റെ വിജയമാണ്. പ്രതിരോധ നയത്തിൽ വന്ന മാറ്റമാണ് മറ്റൊന്ന്. പണ്ട് ആക്രമണങ്ങൾ ഉണ്ടാവുമ്പോൾ നമ്മൾ പരാതികളുമായി ലോക രാജ്യങ്ങളെ സമീപിക്കുമായിരുന്നു. ശത്രുവിന്റെ താവളത്തിൽ കയറി അവരെ തകർക്കാൻ ഭാരതത്തിന് ഇന്ന് മടിയൊന്നുമില്ല. 2014 ശേഷമുള്ള ഇന്ത്യ ഒരു നിശബ്ദ സാക്ഷിയല്ല, മറിച്ച് ഒരു ശക്തനായ കാവൽക്കാരനാണ്. നമ്മൾ ആരെയും അങ്ങോട്ട് പോയി ആക്രമിക്കാറില്ല. എന്നാൽ ആരെങ്കിലും നമ്മളെ തൊട്ടാൽ അവരെ വെറുതെ വിടാറുമില്ല. ഈ ആത്മവിശ്വാസമാണ് മോദി സർക്കാർ ഭാരതത്തിന് നൽകിയത്. ആകാശത്തും കരയിലും കടലിലും ഇന്ന് ഭാരതം സുരക്ഷിതമാണ്. ഇന്ന് ലോകം മുഴുവൻ ഉറ്റുനോക്കുന്നതും ഭാരതത്തിലേക്കാണ്. ഒരു കാലത്ത് വികസ്വര രാജ്യം എന്ന് പറഞ്ഞ് നമ്മളെ മാറ്റി നിർത്തിയവർ ഇന്ന് ഇന്ത്യയുടെ പ്രതിരോധ നേട്ടങ്ങൾ കണ്ട് അന്തം വിട്ടിരിക്കുകയാണ്. ഇതാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിഭാവനം ചെയ്ത പുതിയ ഇന്ത്യ. ഈ മാറ്റം വെറും ഒരു വാക്കിലല്ല, മറിച്ച് പ്രവൃത്തിയിലാണ് നമ്മൾ തെളിയിച്ചത്. അമേരിക്കയും റഷ്യയും ചൈനയും ഉൾപ്പെടെയുള്ള വൻ ശക്തികൾ പോലും ഇന്ന് ഇന്ത്യയുടെ സൈനിക നയതന്ത്രത്തെ ഭയത്തോടെയും ബഹുമാനത്തോടെയും വീക്ഷിക്കുന്നു. റഷ്യ യുക്രൈൻ യുദ്ധമായാലും മറ്റ് അന്താരാഷ്ട്ര തർക്കങ്ങളായാലും സമാധാനത്തിനായി ലോകം ഇന്ന് ഉറ്റുനോക്കുന്നത് ഭാരതത്തിന്റെ മുഖത്തേക്കാണ്. യുദ്ധഭൂമിയിൽ നിന്ന് സ്വന്തം പൗരന്മാരെ മാത്രമല്ല, അയൽ രാജ്യങ്ങളിലെ ജനങ്ങളെ പോലും സുരക്ഷിതമായി പുറത്തെത്തിക്കാൻ ഭാരതത്തിന് കഴിയുന്നത് നമ്മുടെ നയതന്ത്ര വിജയമാണ്. ഓപ്പറേഷൻ ഗംഗയായാലും ഓപ്പറേഷൻ സിന്ദൂർ ആയാലും ലോകത്തെവിടെയും ത്രിവർണ പതാകയേന്തി വരുന്ന വിമാനങ്ങളെയും കപ്പലുകളെയും ആരും തടയില്ല എന്ന അവസ്ഥ ഇന്ന് വന്നിരിക്കുന്നു. ത്രിവർണ പതാക ഇന്ന് വെറും ഒരു തുണിക്കഷ്ണമല്ല, അത് ലോകമെമ്പാടുമുള്ള ഭാരതീയർക്ക് നൽകുന്ന സുരക്ഷാ കവചമാണ്. ശത്രു രാജ്യങ്ങൾ പോലും ഇന്ന് ഇന്ത്യയെ ഭയപ്പെടുന്നത് നമ്മുടെ പക്കലുള്ള ആയുധങ്ങൾ കണ്ട് മാത്രമല്ല, ആ ആയുധങ്ങൾ ഉപയോഗിക്കാൻ മടിയില്ലാത്ത രാജ്യത്തിന് വേണ്ടി ഉറച്ച തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു നേതൃത്വം നമുക്കുണ്ടെന്ന് അവർക്കറിയാവുന്നത് കൊണ്ടാണ്. സ്വന്തമായി വിമാനവാഹിനി കപ്പലുകൾ നിർമ്മിച്ചും ബഹിരാകാശത്ത് ഉപഗ്രഹങ്ങളെ തകർക്കാനുള്ള സാങ്കേതിക വിദ്യ പരീക്ഷിച്ചും ആഗോള പ്രതിരോധ വിപണിയിൽ തരംഗം സൃഷ്ടിച്ചും ഭാരതം ഇന്ന് മുന്നേറുകയാണ്. ഇന്ന് ഭാരതം ആരുടെയും പിന്നിലല്ല, എല്ലാവർക്കും മുന്നിലാണ്. ഇതാണ് നവഭാരതം. ഇതാണ് മോദി സർക്കാരിന്റെ കരുത്താർന്ന ഇന്ത്യ. ആകാശത്ത് നമ്മുടെ തേജസ്സും റഫാലും സുഖോയും വട്ടമിട്ട് പറക്കുമ്പോൾ, കടലിൽ വിക്രാന്ത് കാവൽ നിൽക്കുമ്പോൾ നമുക്ക് ഉറപ്പിച്ചു പറയാം, നമ്മുടെ രാജ്യം സുരക്ഷിതമായ കൈകളിലാണ്. വികസനത്തിന്റെയും കരുത്തിന്റെയും പാതയിൽ ഭാരതം ഇനിയും മുന്നോട്ട് കുതിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക. ഭാരതത്തിന്റെ ഈ നേട്ടങ്ങൾ എല്ലാവരിലേക്കും എത്തിക്കുക. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി.